കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ പന്നികളെ വെടിവെച്ചു കൊന്നു. വെട്ടം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച പന്നികളെയാണ് കൊന്നത്. ഒറ്റ ദിവസം കൊണ്ട് പഞ്ചായത്ത് നിയോഗിച്ച പ്രത്യേക ദൗത്യസംഘം 19 പന്നികളെയാണ് വെടിവെച്ച് വീഴ്ത്തിയത്. പഞ്ചായത്ത് പ്രഥമ ബോർഡ് യോഗത്തിലാണ് പന്നിവേട്ടയ്ക്കായി നടപടി സ്വീകരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് പ്രത്യേക ദൗത്യസംഘം പന്നിവേട്ട ആരംഭിച്ചത്. തുടർന്നും സമാനമായ നടപടി ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് VP സക്കീന പറഞ്ഞു. വെട്ടം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ കൃഷിനാശത്തെ തുടർന്ന് 19 പന്നികളെ വെടിവെച്ചു കൊന്നു. വെട്ടം പഞ്ചായത്തിന്റെ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കാൻ തുടങ്ങിയതോടെയാണ് വനംവകുപ്പ് അധികൃതരുടെ അനുമതിയോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പന്നിവേട്ട ശക്തമാക്കിയത്. കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ഒട്ടേറെ കർഷകർക്കും ഇതിനകം പന്നിയാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വെട്ടം പഞ്ചായത്ത് പുതിയ ഭരണസമിതിയുടെ ആദ്യ ബോർഡ് യോഗത്തിൽ 8ാം വാർഡ് അംഗം T മൊയ്തീൻകുട്ടിയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. തുടർന്ന് ഭരണസമിതി നടപടി സ്വീകരിക്കുകയായിരുന്നു. പെരിന്തൽമണ്ണ സ്വദേശി ഫോറസ്റ്റ് എംബാൽ ലിസ്റ്റിലെ ഷൂട്ടർ സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിലാണ് പന്നിവേട്ട നടത്തിയത്. ഞങ്ങൾ ഇന്നലെ രാത്രി 8 മണിക്ക് വെട്ടം പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്ന് പിടിച്ച പന്നികളാണ് ഇത് മുഴുവൻ. ഞങ്ങള് ഇവിടെ പെരിന്തൽമണ്ണയിൽ നിന്നാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ വരുമ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് സ്ഥിതി വളരെ ഗൗരവമാണ്. ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് ഇവിടെ കർഷകര് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയിരുന്നത് എന്നുള്ളത് അറിയുന്നില്ല. അത്ര അധികം പന്നികളെ ഇന്നലെ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഒറ്റ രാത്രി കൊണ്ട് തന്നെ 19 പന്നികളെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ ഭരണസമിതി, വട്ടം പഞ്ചായത്തിന്റെ ഭരണസമിതി നിരന്തരം ബന്ധപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നത്. കാരണം ഞങ്ങൾക്ക് പല ഭാഗങ്ങളിലും പല പഞ്ചായത്തുകളിലും നമ്മൾ ഏറ്റ പഞ്ചായത്തുകളിൽ തന്നെ ചെല്ലാൻ എത്തുന്നില്ല. അപ്പൊ ഇവിടെ ഒരു വെട്ടം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വലിയൊരു മലയോര പ്രദേശമൊന്നുമല്ല. ഈ പുഴയും കടലും ഒക്കെ നിൽക്കുന്ന പടിഞ്ഞാറൻ മേഖലയാണിത്. ഇവിടെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വലിയ മലയോ കാര്യങ്ങളോ കുന്നോ ഒന്നും തന്നെ ഇല്ല ഇവിടെ വന്ന് നോക്കുമ്പോൾ. പക്ഷെ പന്നികളുടെ എണ്ണം വലിയ തോതിലാണ് ഇവിടെ. ഇത് ഒരു ചെറിയ അംശം പോലും ആയിട്ടില്ല. അത്ര അധികം പന്നികളെ ഇന്നലെ തന്നെ ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു 1% പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ ശരിക്ക് നന്നായി ഒരു 8-10 പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഇതുപോലെ ഇടപെടേണ്ടി വരും. എന്നാലേ ഇതിനൊരു അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ജനവാസ മേഖലയിൽ ഇത്രയധികം പന്നികൾ എങ്ങനെ വന്നു ഇവിടെ എന്നതാണ് അപ്പൊ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് നമ്മുടെ ഈ 19ലുള്ള ഫ്ലഡില് വെള്ളം വന്ന സമയത്ത് അങ്ങനെ വന്ന് പെറ്റ് പെരുകിയതാണ് എന്നാണ് ഇപ്പൊ ഇവിടുത്തെ പ്രദേശവാസികളുടെ ഒക്കെ അവര് പറയുന്നത്. അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ഇത് ഒക്കെ വലിയ വലിയ പന്നികളുമാണ്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെ ആരംഭിച്ച പന്നിവേട്ട ചൊവ്വാഴ്ച പുലർച്ചെ 5 വരെ നീണ്ടു. 19 പന്നികളെയാണ് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വെടിവെച്ച് വീഴ്ത്തിയത്. 2018 വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ഇത്രയേറെ പന്നിശല്യം ഉണ്ടായതായി പറയുന്നത്. തുടർച്ചയായ നടപടി ഇനിയും ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VP സക്കീന, വൈസ് പ്രസിഡന്റ് സിന്ധു ചലക്കപ്പറമ്പിൽ എന്നിവർ പറഞ്ഞു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനവാസ മേഖലകളിൽ പന്നിശല്യം വളരെ രൂക്ഷമായതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ കർഷകർക്കും വളരെ പ്രയാസം നേരിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പുതിയ ഭരണസമിതി കയറിയ ഉടൻ തന്നെ ഒരുപാട് പരാതികൾ പഞ്ചായത്തിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിലമ്പൂരിലുള്ള ഷൂട്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹം ഇന്നലെ ഇവിടെ എത്താമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഇന്നലെ എത്തി ഇവിടുത്തെ ലൊക്കേഷനൊക്കെ കണ്ടെത്തി രാത്രിയിൽ ഷൂട്ട് ചെയ്തു. ഞാനും പ്രസിഡന്റും കൂടിയാണ് പിന്നെ ആ ഷൂട്ടറൊക്കെ ഏൽപ്പിച്ചതും. സക്കീർ ഹുസൈൻ എന്നുള്ള പെരിന്തൽമണ്ണുള്ള ഷൂട്ടറാണ്. ഏതായാലും അവരുടെ ടീമും ഇന്നലെ വന്ന് രാവിലെ വന്ന് അവർ സൈറ്റൊക്കെ കണ്ടു. അങ്ങനെ രാത്രിയാണ് ഇവര് വന്നിട്ട് പെട്ടെന്ന് തന്നെ അല്ല, അതിന്റെ ഒപ്പം തന്നെ സത്താർ മെമ്പർ നമ്മുടെ കോർഡിനേറ്റർ ഇവരെല്ലാം സജീവമായിട്ട് ഉറങ്ങാതെ ഇവരൊപ്പം തന്നെ നിന്ന് ചെയ്ത് അത് പ്രകാരമാണ് നമുക്ക് പന്നിനെ കൊല്ലാൻ പറ്റി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന VP, വൈസ് പ്രസിഡന്റ് സിന്ധു ചാലക്കപ്പറമ്പിൽ, ഷൂട്ടർ സക്കീർ ഹുസൈൻ, സഹായികളായ അസീസ് മങ്കട, ഹർഷാദ് പുല്ലാണി, ശശി പെരിന്തൽമണ്ണ, മിഥുൻ മണ്ണാർമല, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സത്താർ, മുരളി മാസ്റ്റർ, KT ബാവ, മൊയ്തീൻകുട്ടി,
കോർഡിനേറ്റർ കെ നാസർ, നാട്ടുകാരായ ബിന്ദാസ്, പ്രേമൻ, രാകേഷ്, ഷിമോജ്, ഷംസ് മാസ്റ്റർ, ഹമീദ് നിയാസ്, പ്രേമദാസൻ, CMT ബാബ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊന്നൊടുക്കിയ പന്നികളെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കണക്കെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം കുഴിച്ചുമൂടി. ഏതായാലും പഴയ പഞ്ചായത്ത് പ്രസിഡന്റും പഴയ ജനപ്രതിനിധി ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇവരെല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സഹായഹസ്തവുമായി ഇനിയും ഇവർക്ക് പിന്നാലെ ഒപ്പം നിന്നാൽ കൂടുതൽ പന്നികളെ വേട്ടയാടി പിടിക്കാനുള്ളതായ സാഹചര്യം ഉണ്ടാകും.